നാളെ എന്തായാലും വൈകി എഴുന്നേറ്റാൽ മതി എന്നൊക്കെ പറഞ്ഞ് അലാമൊക്കെ ഓഫ് ചെയ്തിട്ടാട്ടോ കിടന്നത്. പക്ഷെ രാവിലെ 6 മണിയായപ്പോൾ തന്നെ കണ്ണു തുറന്നു. പുറത്തേക്ക് വന്നപ്പോൾ നല്ല തണുപ്പേ. ഞങ്ങളിവിടെയും ചേട്ടായി അച്ഛനും ജിമ്മിക്കൊണ്ടും താഴെയാട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. അജോമോനൊപ്പം നാനോട്ടിന് വിഷയം വേണ്ടിയിട്ട് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. തലേ ദിവസം ഞാൻ കണ്ടില്ലായിരുന്നു. ഫോൺ വന്ന് നോക്കിയപ്പോഴാട്ടോ കണ്ടത്. അങ്ങനെ അവനെ വിളിച്ച് സംസാരിച്ചിരുന്നപ്പോൾ ചേട്ടായും വന്നേ. പിന്നെ ചേട്ടായി അവനായിട്ട് സംസാരിക്കുമായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്നൊരു ബ്രൂ കോഫിയുടെ പൗഡറൊക്കെ എടുത്തിട്ടൊരു കാപ്പി അങ്ങ് ഉണ്ടാക്കി. അങ്ങനെ ചേട്ടായും കൊടുത്തു കേട്ടോ. അപ്പോൾ പൂളിൽ ഇറങ്ങിയപ്പോഴത്തെ ഡ്രസ്സ് അവിടെയൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാറ്റത്ത് പറന്ന് താഴെ പോയി. ഞാനൂട്ടിനെ വിളിച്ചിട്ട് നമുക്ക് താഴെ ഡ്രസ്സ് എടുക്കാൻ പോയാലോ എന്ന് ചോദിക്കേണ്ട താമസം ഞാനൂട്ടി ചാടി പിടിച്ച് എഴുന്നേറ്റു കേട്ടോ. അങ്ങനെ നാട്ടിനെയും ബ്രഷ് ചെയ്യിപ്പിച്ച് ഞങ്ങൾ താഴേക്ക് പോന്നു. ഇതാട്ടോ അവരുടെ റൂം. ചേട്ടായി വീണ്ടും ഇവിടെ വന്ന് കിടന്നുണ്ട്. അച്ഛൻ എഴുന്നേറ്റുണ്ടായില്ല, ജിമ്മി കൊണ്ട് എഴുന്നേറ്റുണ്ടായിരുന്നേ. ഇവരുടെ ബാൽക്കണിയിലായിരുന്നു കേട്ടോ ഒരു ഡ്രസ്സ് വീണിട്ടുണ്ടായിരുന്നത്. അതെങ്കിലും എടുത്തത് താഴേക്ക് വന്നു. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും എഴുന്നേറ്റു കേട്ടോ. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോരാണേ. ഫുഡ് രാവിലെ 8:30 ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിന്നിപ്പോൾ അവരെല്ലാം എടുത്ത് വെക്കുന്നതേ ഉണ്ടായിരുന്നുള്ളേ. പുട്ടും കടലക്കറി ഉണ്ടായിരുന്നു, ഓംലെറ്റ് ഉണ്ടായിരുന്നു, പൂരി മസാല ഉണ്ടായിരുന്നു, പിന്നെ ബ്രെഡും ജാമും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചായ, കാപ്പി, വാട്ടർമെലൻ്റെ ജ്യൂസ്. അങ്ങനെ ഞങ്ങൾ വിശാലമായിട്ടിരുന്ന് അങ്ങ് കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ നല്ലതായിരുന്നേ. തലേ ദിവസത്തെ ബീഫ് റോസ്റ്റ് കടയിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് പ്ലാൻ ഡാമിൽ പോകലാട്ടോ. അത് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ഫോണൊന്നും അകത്ത് കയറ്റാൻ പറ്റില്ലാത്തതുകൊണ്ട് വണ്ടിയിൽ തന്നെ വെച്ചിട്ടാട്ടോ പോയത്. പിന്നെ അടുത്തത് ബോട്ടിംഗ് ആണ്. അത് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് പോയായിരുന്നു. ബോട്ടിങ് നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബോട്ടിൽ പോകുമ്പോൾ നമുക്ക് ഡാമൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ പറയുന്നു ശരിക്കും ഡാമിൽ പോകേണ്ട കാര്യം ഉണ്ടായില്ല, ബോട്ടിങ്ങിന് പോകുമ്പോൾ തന്നെ കാണാമായിരുന്നു എന്നൊക്കെ. ഇവിടെ നിന്ന് പിന്നെ നമ്മൾ പോയത് ഹിൽ വ്യൂ പാർക്കിലേക്കാണ് കേട്ടോ. ഞാനോട്ട് ഭയങ്കര പ്രതീക്ഷയിലാട്ടോ അവിടെ പാർക്കിൽ കുറേ കളിക്കാനൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷേ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ ഭയങ്കര വെയിലും. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വേറൊരു പാർക്ക് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അതിൽ ഞങ്ങൾ 3 പേരും കയറിയിട്ട്, ഞാനും ചേച്ചിയും കുഞ്ഞിനും ഞാനോട്ട് എല്ലാവരും കയറി. ചേച്ചി കയറുന്ന അവർ കണ്ടില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്നെയും കുഞ്ഞിനെയും പൊക്കിട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിക്കുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്ക്. അകത്ത് കഴിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ആൾക്കാരൊക്കെ വെയിറ്റിംഗ് ആണ്. കുറച്ച് നേരം ഞങ്ങളവിടെ നിന്നുണ്ടോ. പക്ഷെ ഒരു രക്ഷയുണ്ടായില്ല. ഞാനോട്ടേക്കൊക്കെ മന്തി വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കയറി. ഇവിടെ മന്തി ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് രക്ഷയില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോന്നു. വേറൊരു കയറി ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ച് മൂവാറ്റൂടെ എത്തിയപ്പോൾ പിന്നെ ആരുടെയൊക്കെ വീണ്ടും ചുമ കേട്ടോ. അതുവരെ വലിയ കാര്യമായ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ. കോലഞ്ചേരി എത്തുന്നതിന് മുമ്പ് വീണ്ടും ഒന്നുകൂടി വോമിറ്റും ചെയ്തു. അങ്ങനെ വീട്ടിലൊന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ അവർ പോയിട്ടോ. അപ്പോൾ അത്രയോട് ഞങ്ങളുടെ ഇടുക്കി വിശേഷങ്ങൾ.